നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ മുൻപ് വന്ന കാര്യം കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിരിക്കുകയാണ്. നാളെയാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. നാളെ രാത്രി 12 മണിക്ക് മുൻപാകം നിങ്ങൾ അപേക്ഷിക്കേണ്ടതായിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അത്രയും ഡിലേ ആക്കണ്ട. ഇനി അപേക്ഷിച്ചവർ ശ്രദ്ധിക്കേണ്ട അപ്ഡേറ്റ്സും കാര്യങ്ങളും കൂടി നമുക്ക് ഇതിൽ തന്നെ നോക്കാവുന്നതാണ്. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് മുൻപ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 11/5/2025 ആയിരുന്നു ഇതിന് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ്. അത് എക്സ്റ്റെൻഡ് ചെയ്ത് 19/5/2025 വരെ നീട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാളെയാണ് ലാസ്റ്റ് ഡേറ്റ്. നാളെ കൊണ്ട് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ ഫീ പേയ്മെൻറ്റ് അടക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 13/5/2025 ആയിരുന്നു. അത് നീട്ടി വെച്ച് 21/5/2025 വരെ ആക്കിയിട്ടുണ്ട്. അപേക്ഷയുടെ കൂടെ നിങ്ങൾക്ക് ഫീസ് അടക്കാം. ഇനി അപ്പോൾ എന്തെങ്കിലും ഒരു ഇറർ പറ്റി ഫീസ് എന്തെങ്കിലും 2 തവണ അടക്കേണ്ട അവസ്ഥ വരുത്തേണ്ട, ഒരിക്കൽ അടച്ചു അത് പ്രോസസ്സായോ ഇല്ലയോ എന്നൊക്കെ നോക്കാനായിട്ട് കുറച്ച് വെയിറ്റ് ചെയ്തിട്ടും ശരിയായിട്ടില്ല എന്നാണെങ്കിൽ ഈ ഒരു ഡേറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫീസ് റീഫണ്ടോ കാര്യങ്ങളോ എന്തെങ്കിലും അപ്ഡേറ്റ് അപ്പോഴേക്ക് അറിയാൻ സാധിക്കും. ഈ ഒരു ഡേറ്റിലേക്ക് നിങ്ങൾക്ക് ഫീസ് അടച്ച് തീർത്താനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഫീസ് അടക്കാനായിട്ട് 21/5/2025 വരെ അപേക്ഷ കഴിഞ്ഞിട്ടും സമയമുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ മോഡിഫിക്കേഷൻ വിൻഡോ, ഇതിന് മുൻപുള്ള ടൈമാണ്, അത് നോക്കണ്ട. പുതുതായിട്ട് നമുക്ക് അപേക്ഷ സമർപ്പിച്ച് എന്തെങ്കിലും തെറ്റുകൾ വരുത്തിയവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ തെറ്റ് വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനായിട്ട് 22/5/2025 മുതൽ 31/5/2025 വരെ സമയമുണ്ട്. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്കത് തിരുത്താം. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഫീസ് അടച്ചിട്ടായിരിക്കും തിരുത്തേണ്ടി വരിക എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഫീസ് ഉണ്ടാവും അപേക്ഷ തിരുത്തുന്നതിനായിട്ട്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. അപ്പോൾ ഇതിന് അപേക്ഷിക്കുന്ന വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കും. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ, ഏജ് ലിമിറ്റ്, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുള്ള വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഉണ്ടാവും. അതിൽ ഡേറ്റ് മാറ്റമായിരിക്കും കേട്ടോ പറയുന്നത്. ഡേറ്റ് മുൻപത്തെ ഡേറ്റ് ആയിരിക്കും പറയുന്നത്. പക്ഷേ യഥാർത്ഥ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 19/5/2025 ആണ്. ബാക്കിയുള്ള വിവരങ്ങളൊക്കെ സിമിലർ ആണ്. അതായത് ക്വാളിഫിക്കേഷൻ, ഏജ് ലിമിറ്റ്, കാര്യങ്ങൾ എല്ലാം മുൻപ് ചെയ്ത വീഡിയോ താഴെയുണ്ട്. ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് നോക്കിയാൽ മതി. അതിലൂടെ കംപ്ലീറ്റ് വിവരങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ, അതായത് നിങ്ങൾ താഴെ ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോയിൽ എത്തുമല്ലോ, ആ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപേക്ഷിക്കേണ്ട ലിങ്ക് പിന്നെ കംപ്ലീറ്റ് നോട്ടിഫിക്കേഷനും കൊടുത്തിട്ടുണ്ടാവും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, നിങ്ങൾക്ക് അവിടെ നിന്ന് അപേക്ഷിക്കാം. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ മനസ്സിലാക്കാം. വീഡിയോയിൽ പിന്നെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ റെയിൽവേയിലേക്ക് അപേക്ഷ സമർപ്പിച്ചവർക്ക് നല്ലൊരു അപേക്ഷ സമർപ്പിക്കാൻ വിട്ടവർ വളരെ പെട്ടെന്ന് അപേക്ഷിക്കുക. അതുപോലെ തന്നെ അപേക്ഷ സമർപ്പിച്ചവർക്ക് മുൻപോട്ടേക്ക് നല്ലൊരു അവസരം തന്നെയാണ് വരുന്നത്. എല്ലാത്തിൻ്റെയും എക്സാമും കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നു എന്നാണ് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. എന്തായാലും വരുന്നതൊക്കെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതിനായിട്ട് പ്രോപ്പറായിട്ട് ലൈഫ് ട്രാക്ക് മലയാളം എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റി കൃത്യമായി ഫോളോ ചെയ്താൽ മതി. എല്ലാ അപ്ഡേറ്റും കൃത്യസമയത്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും.